ആലപ്പുഴ വണ്ടാനം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ 6ാമത്തെ വിദ്യാർത്ഥിയും മരണപ്പെട്ടു. ആൽബിൻ ജോർജിനെ വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളം അമൃത ഹോസ്പിറ്റലിലേക്ക് മാറ്റിയെങ്കിലും കഴിഞ്ഞ ദിവസം നില വഷളായി മരണപ്പെടുകയായിരുന്നു. അങ്ങനെ അപകടത്തിൽ മരണപ്പെട്ട 5 വിദ്യാർത്ഥികൾക്കൊപ്പം 6ാമനും യാത്രയായിരിക്കുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതശരീരം ആലപ്പുഴ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പൊതുദർശനത്തിന് വയ്ക്കുകയും പിന്നീട് വിദേശത്തു നിന്നും ബന്ധുക്കൾ വരാനുള്ളത് കാരണം മൃതശരീരം എടത്വാമലയിലുള്ള സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയുമാണ്. ഈ വരുന്ന തിങ്കളാഴ്ചയാണ് ശവസംസ്കാരം നിശ്ചയിച്ചിരിക്കുന്നത്. അനാട്ടമി വൈവ കഴിഞ്ഞ ശേഷം സുഹൃത്തുക്കളെല്ലാവരും ചേർന്ന് സിനിമയ്ക്ക് പോകാൻ തീരുമാനിക്കുകയായിരുന്നു. നല്ല മഴയുള്ളത് കാരണം ബൈക്കിൽ പോകുന്നത് പ്രയാസകരമായതുകൊണ്ടാണ് അവർ ഒരു വണ്ടി വിളിക്കാൻ തീരുമാനിച്ചത്. 2010 മോഡൽ ടവേരയിലായിരുന്നു യാത്ര. 7 പേർക്ക് മാത്രം കയറാൻ സൗകര്യമുള്ള വണ്ടിയിൽ 11 പേരാണ് കയറിയത്. 2010 മോഡൽ വണ്ടി ആയതുകൊണ്ട് തന്നെ വണ്ടിയിൽ പുതിയ വണ്ടികളിൽ ഉള്ളതുപോലുള്ള സുരക്ഷാ സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എയർ ബാഗുകളോ അതേപോലെ ആൻറ്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം ഒന്നും വണ്ടിയിലുണ്ടായിരുന്നില്ല. 5 മാസം മുമ്പ് മാത്രം ലൈസൻസ് കിട്ടിയ ഒരു കുട്ടിയാണ് വണ്ടി ഓടിച്ചത്. അതായത് തീരെ റോഡ് എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളാണ് വണ്ടി ഓടിച്ചത്. ഈ അപകടത്തിലേക്ക് എത്തിയതിന് പിന്നിൽ കുറേ കാരണങ്ങളുണ്ട്. വളരെ പഴക്കം ചെന്ന വണ്ടി, നല്ല മഴ, വണ്ടി ഓടിക്കുന്ന ആളുടെ പരിചയക്കുറവ്, ടവേരയിൽ അനുവദിച്ചതിലും കൂടുതൽ ആളുകളെ കുട്ടികളെ കയറ്റി, വണ്ടിയുടെ അമിത വേഗത, ഈ കാരണങ്ങൾ കൊണ്ടെല്ലാമാണ് അന്ന് അപകടം നടക്കാൻ കാരണമായത്. കുറച്ച് നേരം വൈകി പുറപ്പെട്ടത് കാരണം 9:30 തുടങ്ങുന്ന ഷോയ്ക്ക് എത്താൻ വേണ്ടി അവർ കുറച്ച് സ്പീഡിലായിരുന്നു വണ്ടി ഓടിച്ചിരുന്നത്. ആ സമയത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. റോഡിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്താണ് ഇവർ സ്പീഡിൽ യാത്ര ചെയ്തത്. പെരുമഴയത്ത് ഡ്രൈവർക്ക് കാഴ്ച മങ്ങുകയും അങ്ങനെ റോഡിൽ എന്തോ കിടക്കുന്നതായിട്ടുള്ള സംശയത്തിൻ്റെ പേരിൽ സഡൻ ബ്രേക്ക് ഇടുകയുമായിരുന്നു. മഴയത്ത് പൊട്ടി വീണ മരച്ചില്ലയായിരുന്നു റോഡിലുണ്ടായിരുന്നത് എന്ന് പിന്നീട് ഒരു ദൃക്സാക്ഷി പറയുകയുണ്ടായി. വണ്ടി ഓടിച്ച് അത്ര പരിചയമില്ലാത്ത ആളായിരുന്ന നല്ല സ്പീഡിൽ വണ്ടി ഓടിക്കുമ്പോൾ പെട്ടെന്ന് മുൻപിൽ എന്തോ കണ്ടപ്പോൾ പരിഭ്രമിക്കുകയും സഡൻ ബ്രേക്ക് ഇടുകയുമായിരുന്നു ഉണ്ടായത്. ഈ സമയത്ത് അമിതഭാരം കാരണം വണ്ടി സ്കിഡാവുകയും അതേപോലെ തേഞ്ഞ ടയറായത് കാരണം ആയിരിക്കാം വണ്ടി പെട്ടെന്ന് സ്കിഡാവുകയും എതിരെ വരുന്ന KSRTC ബസ്സിൻ്റെ മുന്നിലേക്ക് ഇടിച്ചു കയറുകയുമായിരുന്നു. അപ്പോൾ ഇടതുവശം ചേർന്നാണ് വണ്ടി സ്കിഡായത്. ടവേരയുടെ ഇടതുഭാഗത്തിരുന്ന 3 പേരാണ് തൽക്ഷണം മരണപ്പെട്ടത്. വണ്ടി തല്ലിപ്പൊളിച്ചാണ് എല്ലാവരെയും പുറത്തെടുത്തത്. അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു വണ്ടി ഉണ്ടായിരുന്നത്. ആശുപത്രിയിലേക്കുള്ള വഴിയിൽ 2 പേർ കൂടെ മരണപ്പെട്ടു. പിന്നീട് ബാക്കിയുണ്ടായിരുന്ന 4 പേർ വളരെ ഗുരുതരാവസ്ഥയിലായിരുന്നു ആശുപത്രിയിൽ കഴിഞ്ഞത്. അതിലുള്ള ഒരാളാണ് കഴിഞ്ഞ ദിവസം മരിച്ച ആൽബിൻ ജോർജ്. നിലവിൽ ഇപ്പോൾ ആശുപത്രിയിലുള്ളവർ എല്ലാവരും അപകടനില തരണം ചെയ്തിട്ടുണ്ട്. അവരിൽ നിന്നും കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വണ്ടിയിൽ ഒരാൾ കൂടെ 11ാമനായിട്ട് ഒരാൾ കൂടെ ഉണ്ടായിരുന്നു എന്നറിയുന്നത്. അപ്പോൾ ഈ 11ാമൻ എവിടെ എന്നുള്ള അന്വേഷണത്തിലായി ആളുകൾ. പോലീസ് എല്ലായിടത്തും അന്വേഷിച്ചു. അങ്ങനെ പോലീസ് ഹോസ്റ്റലിലെത്തി പരിശോധിച്ചപ്പോഴാണ് ഈ 11ാമൻ മുറിക്കുള്ളിൽ വാതിലടച്ച് കുറ്റിയിട്ടിരിക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. വളരെ മാനസികമായി പരിഭ്രാന്തിയിലായിരുന്നു ആ വിദ്യാർത്ഥി. കൂട്ടുകാർക്കൊപ്പം യാത്ര ചെയ്ത് അപകടത്തിൽപ്പെട്ട ഒരു വണ്ടിയിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. സ്വന്തം കാര്യം നോക്കി ഒരു ഓട്ടോ വിളിച്ച് റൂമിൽ വന്ന് നിശബ്ദനായി കുത്തിയിരുന്നു. ഇതിനെതിരെ സോഷ്യൽ മീഡിയ മുഴുവൻ ഭയങ്കര ആക്രമണമാണ് ഈ കുട്ടിക്കെതിരായിട്ട് നടക്കുന്നത്. ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ആ അപകടത്തിൽ അവരുടെ കൂടെ നിന്ന് ഈ കുട്ടികളെ ആശുപത്രിയിൽ കൊണ്ടുപോകാനും ഒക്കെ മുന്നിട്ടിറങ്ങേണ്ട ഒരാളായിരുന്നു ഇയാളെന്നും ഇയാളൊരിക്കലും ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയായി മുന്നോട്ട് ശോഭിക്കാൻ പോകുന്നില്ല എന്നുമായിരുന്നു സോഷ്യൽ മീഡിയയിലുള്ള ആളുകൾ പറയുന്നത്. വെറും 19 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടികളാണിവർ. ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ലാത്ത കുട്ടികൾ. അതായത് വീണ്ടും വിചാരം അല്ലെങ്കിൽ വകതിരിവ് എന്നൊക്കെ പറയും, അതൊന്നും ഇല്ലാത്ത കുട്ടികളാണ്. ഫോർമാലിറ്റി കാണിക്കാൻ അറിയാത്ത കുട്ടികൾ. സംഭവം കണ്ടപ്പോൾ പേടിച്ചരണ്ട് പോയിട്ടുണ്ടാവാം. ഇത്തരമൊരു ഘട്ടത്തിൽ ഏതൊരു കുട്ടിയും സ്വന്തം വീട്ടിലേക്ക് വിളിക്കാതിരിക്കില്ല. ഒരുപക്ഷെ ആ കുട്ടിയുടെ പാരൻസ് പറഞ്ഞിട്ടുണ്ടാവും, നീ വേഗം അവിടെ നിന്ന് പോയിട്ട് കോളേജ് ഹോസ്റ്റലിൽ പോയിരുന്നോ എന്ന് ആ കുട്ടിയോട് പാരൻസ് പറഞ്ഞിട്ടുണ്ടാവാം. എങ്ങനെയായാലും വീട്ടിലേക്ക് വിളിക്കാണ്ടിരിക്കില്ല എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. കാരണം കുട്ടികളുടെ മനസ്സ് അങ്ങനെയാണ്. ഇങ്ങനത്തെ ഒരു പതർച്ച വരും. ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ പെട്ടെന്ന് വിളിക്കുക വീട്ടിൽ അമ്മേനെ ആയിരിക്കും. അമ്മയോ അച്ഛനോ വിളിച്ചിട്ട് കുട്ടി പറഞ്ഞിട്ടുണ്ടാവാം.
അപ്പോൾ അവരുടെ നിർദ്ദേശപ്രകാരമായിരിക്കും കുട്ടി വേഗം അവിടെ നിൽക്കാതെ നേരെ ഹോസ്റ്റൽ മുറിയിൽ പോയി ഇരുന്നിട്ടുണ്ടാവും. ഇപ്പോൾ കുട്ടികൾക്ക് വണ്ടി നൽകിയ ആളെ പോലീസ് വീണ്ടും വീണ്ടും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ കുട്ടികളുടെ കയ്യിൽ നിന്നും 1000 രൂപ വാടകയായി വാങ്ങിയിട്ടുണ്ട് എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഇയാളുടെ ഗൂഗിൾ പേയിലേക്ക് 1000 രൂപ വന്നിട്ടുണ്ട്. ആളെന്താ പറയുന്നതെന്ന് വെച്ചാൽ, കുട്ടികൾ തങ്ങളുടെ ഫോൺ ഓഫ് ആവാറായി, ഞങ്ങൾക്ക് തങ്ങളുടെ കയ്യിൽ പൈസ ഒന്നുമില്ല, അതുകൊണ്ട് ഒരു 1000 രൂപ തരണം എന്ന് പറഞ്ഞിട്ട് വണ്ടിയുടെ ഉടമ കുട്ടികളുടെ കയ്യിൽ ഒരു 1000 രൂപ വെച്ച് കൊടുക്കുകയായിരുന്നു. ഈ 1000 രൂപയാണ് ഈ ഗ്രൂപ്പിലുള്ള കുട്ടികളിൽ ആരോ ഒന്ന് ഇയാൾക്ക് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തത്. താനിപ്പം വണ്ടി വാടകയ്ക്ക് കൊടുക്കാറില്ലെന്നും ഈ വണ്ടി മറിച്ച് വിൽക്കാൻ വേണ്ടി വാങ്ങിയതാണെന്നുമാണ് വണ്ടിയുടെ ഉടമ പറയുന്നത്. അതിൽ ശരിയുണ്ട് താനും. കാരണം ഈ വണ്ടിക്ക് തേർഡ് പാർട്ടി ഇൻഷുറൻസ് മാത്രമേ ഉള്ളൂ. ഒരു സ്വന്തമായിട്ട് വാടകയ്ക്ക് കൊടുക്കുന്ന വാഹനമായിരുന്നെങ്കിൽ തീർച്ചയായും അയാളൊരു ഫുൾ കവറേജ് ഇൻഷുറൻസ് എടുക്കുമായിരുന്നു. കാരണം ആരുടെയെങ്കിലുമൊക്കെ കയ്യിൽപ്പെട്ട് വണ്ടി ഇടിച്ച് വണ്ടിക്ക് നഷ്ടം വരികയാണെങ്കിൽ അത് നന്നാക്കാനുള്ള പണമെങ്കിലും കിട്ടണമെങ്കിൽ ഒരു ഫുൾ കവറേജ് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. ഈ കാര്യത്തിലല്ല, തേർഡ് പാർട്ടി ഇൻഷുറൻസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിൽ നിന്നും വ്യക്തമാക്കാം ഈ വണ്ടിയുടെ പറയുന്ന കാര്യങ്ങളിൽ ശരിയുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. എന്നാലും പോലീസ് കൂടുതൽ അന്വേഷണത്തിൽ നിന്ന് കാര്യങ്ങൾ